നൂല് വട്ടം നൂല് ഇടുന്ന വീതിക്കുള്ള പ്രയോജനം കിട്ടും. ആ 3,500 രൂപ. അപ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു റിസ്കി ഫാക്ടർ പറഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടായിരുന്ന റിസ്കി ഫാക്ടർ എനിക്കങ്ങ് മാറി കിട്ടി മച്ചാന്മാരെ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്നറിയോ, നമ്മുടെ സ്വന്തം NS200 ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കുള്ളൊരു വീഡിയോ ആണ് മച്ചാന്മാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടയർ തീർന്നിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ തമ്പനയിൽ കണ്ടോ മൊത്തം നൂലാണ്. കഴിഞ്ഞ ദിവസം ഒരു കോട്ടയം വരെ ഒന്ന് പോയിട്ട് വന്ന് വണ്ടി വെച്ചിട്ട്, കാരണം ഒരു സൈഡ് നൂലും ഒരു സൈഡ് അല്ലാതെ ആയിട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കണ്ടില്ലായിരുന്നു നൂല് വന്ന കേസ്. നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നൂല്, അപ്പോൾ പിന്നെ നമുക്ക് മാറാമെന്ന് വിചാരിച്ചു കേസ്. അപ്പോൾ ട്രാക്ക് ടയർ ഒരുപാട് അന്വേഷിച്ചു, പക്ഷേ ട്രാക്ക് ടയർ നമുക്ക് എനിക്കിതൊരു കംഫർട്ടബിൾ ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം മാറിയത് നമ്മുടെ ഇത് ഏതായിരുന്നു ഇത് ടയർ, ടോളിൻസിൻ്റെ ടയറായിരുന്നു ഫ്രണ്ടിൽ. ചെയ്തുകൊണ്ടോ അത്യാവശ്യം ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ നാൾ ഓടുന്നുള്ളൊരു വിശ്വാസമുണ്ട് ഈ ടയറിന്. വേറെ ഗ്യാരണ്ടി കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഓക്കെയാണ് ടോളിൻസ്. അപ്പോൾ നമ്മൾ ബാക്കിൽ നിന്ന് ARL-ൻ്റെ ടയറാണ് ബാക്കിൽ കയറ്റാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പോകുന്നവർക്ക് നിങ്ങളെ വണ്ടിയൊക്കെ ഒന്ന് കാണിച്ചിട്ട് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ മച്ചാന്മാർ ഈ വീഡിയോയുടെ കൂടെ എനിക്ക് പറയാൻ മറ്റൊരു ചെറിയ കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്കറിയാം, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഡിയോൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവൻ കഴിഞ്ഞ ദിവസം ഒന്ന് ആക്സിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ആക്സിഡൻറ്റ് വെച്ചാൽ നല്ല രീതിയിൽ ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. കോട്ടയത്ത് വെച്ചായിരുന്നു, കോടതിപ്പടി വെച്ചായിരുന്നു ആക്സിഡൻറ്റ്. അപ്പോൾ ഞാൻ സൈഡിൽ കൊടുക്കാറുണ്ട്. ആക്സിഡൻറ്റിന് ശേഷം വണ്ടി ഇതാണ്. ഈ വണ്ടിയുടെ റിവ്യൂവും കാര്യങ്ങളും നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. ആ വണ്ടിയുടെ റിവ്യൂ കൂടെ തന്നെ നമ്മുടെ ചാനലിലേക്ക് കുറച്ച് ഫ്രണ്ട്സ് എല്ലാം നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ പറയുന്നത് വെച്ചാൽ ഓവർ സ്പീഡായിരുന്നു കാര്യങ്ങൾ, ചെറിയ ഓവർ സ്പീഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞു വരുന്നുള്ളൂ. ഞാനേതായാലും പോയിട്ടുണ്ടായിരുന്നു. വണ്ടിയുടെ അവസ്ഥ ഇതാണ്, വളരെ മൊത്തം ടോട്ടൽ ലോസായി പോയിട്ടുണ്ട് വണ്ടി. അപ്പോൾ വണ്ടി ഓടിക്കുന്നവരൊക്കെ സൂക്ഷിച്ച് ഓടിക്കുക, ഓവർ സ്പീഡ് കാര്യങ്ങൾ. ഞാനെല്ലാം ഇങ്ങനെ നമുക്കൊരു അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത് ഗൈസ്. ഞാൻ ചെറുതായിട്ട് എൻ്റെ സ്പീഡും കാര്യങ്ങളെല്ലാം ഞാൻ കുറച്ചിട്ടുണ്ട്, ലിമിറ്റഡ്. കാരണം അവൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ജീവിച്ചിരുന്ന നമുക്ക് നാളെ എന്ത് കാര്യങ്ങളും ചെയ്യാം. പക്ഷേ നമുക്ക് കുറേ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. നമുക്ക് ഏതായാലും നമുക്ക് ടയർ മാറാൻ പോകും ഗൈസ്. അപ്പോൾ ഇതാണ് നിലവിൽ വണ്ടിയുടെ ടയറിൻ്റെ അവസ്ഥ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതുണ്ടോ ടയർ, ഇതാണ് അവസ്ഥ. മൊത്തത്തിൽ നൂല് വന്നിട്ടുണ്ട്. ഏതായാലും പോയി മാറാം. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ മച്ചന്മാരെ, നമ്മുടെ വണ്ടിക്ക് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടയറാണ് മച്ചന്മാരെ ഇടാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടയറൊക്കെ ഇട്ട് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് വരെ കഴിഞ്ഞ മാസം നമ്മളൊരു 3500-4000 രൂപ പണി നടത്തിയിരുന്നു ക്ലച്ചിൻ്റെ ഭാഗത്ത്. ഈ പ്രാവശ്യം നമുക്കൊരു 10 ടയർ മാറുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഡിസ്ക് തീർന്നിട്ടുണ്ട്. ഇതുണ്ടോ ഡിസ്ക് തീരാറായിട്ടുണ്ട്, നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഡിസ്ക് തീരാറായിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീൽ ബെയറിങ് ചെറുതായിട്ട് കംപ്ലൈൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറണപ്പോൾ മാസത്തിൽ ജോലി എടുക്കുന്നു, മാസത്തിൽ നമ്മൾ വണ്ടിക്ക് പണിയുന്നു. പക്ഷേ സങ്കടമൊന്നുമില്ല, ചെറിയൊരു വിഷമം മാത്രം. എങ്കിലും ഞാൻ പറഞ്ഞെന്നുള്ളൂ കാര്യം, എനിക്ക് മാത്രമല്ല നമ്മളെപ്പോലെ 200cc എബോ CCs വണ്ടീസ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇങ്ങനെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും കേസ്, എനിക്കറിയാം. അപ്പോൾ ഏതായാലും നമ്മളേതായാലും വണ്ടി പണിതുകൊണ്ട് ജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു. വണ്ടി മാത്രമാണ് നമുക്കുള്ളത്. വണ്ടി പണിയുന്നു, നമ്മൾ പണിയെടുക്കുന്നു, വണ്ടി പണിയുന്നു. അപ്പോൾ അതാണ് പറയാനുള്ളത് ഗൈസ്. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടയറാണ് ഇടാൻ പോകുന്നത്. നമുക്ക് ചെന്നിട്ട് ടയറിൻ്റെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് മച്ചന്മാരെ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. നമുക്ക് ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന ടയറുകളുടെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കും. കാരണം കുറച്ച് കാലങ്ങളായിട്ട് ഞാനിങ്ങനെ ട്രാക്ക് ടയർ എന്ന് പറഞ്ഞാൽ നമ്മൾ തപ്പുന്നുണ്ടായിരുന്നു. പക്ഷേ ട്രാക്ക് ടയർ ആണെങ്കിൽ നമുക്ക് ബഡ്ജറ്റിനൊത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഭയങ്കര വിലയാണ് ഇപ്പോൾ ടയറിനും കാര്യങ്ങൾക്കല്ല. ഇപ്പോഴല്ല, കുറച്ച് നാളായിട്ട് നല്ല ടയറിന് വിലയുണ്ട്. കാരണം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ടയറുകളല്ല ഇപ്പോൾ വിപണിയിൽ ഇറങ്ങുന്നത്. കാരണം വില കൂടുന്നതിനനുസരിച്ച് സേഫ്റ്റിയും കാര്യങ്ങളെല്ലാം കൂടുതലുണ്ട്, ഗ്യാരണ്ടി ഉണ്ട്, വാറണ്ടി സംഭവങ്ങളെല്ലാം ശരിയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം ആയില്ലല്ലോ. നമുക്കൊരു ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന പൈസ കൊണ്ട് എടുക്കണ്ട. അപ്പോൾ നമുക്ക് ഞാനിന്ന് നമ്മുടെ ഫ്രണ്ടിലത്തെ ടയർ മാറിയ കടയിൽ തന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാം ഗൈസ്. ഒത്തിരി ലാഗാക്കുന്നില്ല, നമുക്ക് വേഗം ചെല്ലാമല്ലേ മച്ചാമാരെ. അവിടെ ചെല്ലുക. ചേട്ടാ 140, 70, 17 ടയർ. 140, 70. കുറഞ്ഞ് വിളിച്ചേ. അത് ഏതാ ടയർ? അത് നല്ല 2,200, 2,400, 2,800. ഇത് നല്ലതാണോ കേട്ടോ? ഇത് പോവല്ലേ? ഒന്ന് എടുക്കാം, നാളെ വരുമായിരിക്കും. ഇത് NS-ന് ഇടാറുണ്ടോ? ട്യൂബ്ലെസ് ആണല്ലേ? ഓടിക്കോളും തോന്നുന്നല്ലേ?
ഇതിട്ടാലും വണ്ടി കയറ്റി വെക്കട്ടെ, വണ്ടി കയറ്റി വെക്കട്ടെ. ഇവിടെ വെച്ചേ 2200 രൂപയാണ് സാധനത്തിൻ്റെ വില കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടയറിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ശോചനീയമാണ്. നൂല്, വട്ട നൂല് അവിടെ ഇരിക്കട്ടെ. ഏതായാലും പുള്ളി മാറട്ടെ. ഇതാ ടയർ അത്യാവശ്യം ഗ്രിപ്പുണ്ട്. കുറച്ച് കാലത്തേക്ക് ഓടിക്കോളുമെന്ന് തോന്നുന്നു. ARലാണ്. ഇതോ ട്യൂബിടാൻ കാരണം എന്താ? ട്യൂബിടാൻ കാരണം ഇത് നമ്മൾ ട്രാക്കായിട്ട് എടുത്ത ടയറായിരുന്നു, പുറത്തുനിന്ന് എടുത്തായിരുന്നു. അതുകൊണ്ട് ഇല്ല, റിമിന് വേറെ കംപ്ലൈൻറ്റ്. ആ, ഈ 140ൻ്റെ മുകളിലേക്ക് ടയർ ഇടാൻ പറ്റുമോ ഇതിനകത്ത്? 130. അത് കഴിഞ്ഞാൽ പിന്നെ ഇടുന്ന വീതിക്കുള്ള പ്രയോജനം കിട്ടും. ആ, 150 ഇടാറുണ്ട്. പോവല്ലേ? റേറ്റിൽ ഒത്തിരി വ്യത്യാസമുണ്ടോ? 4200 അയ്യോ, അതുകൊണ്ടാ. ഇത് ഏറ്റവും കൂടിയ ബാക്ക് ടയർ ഏടേ? 3,500 രൂപ. അപ്പോൾ ആൽഫ X1 ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ അറിയാൻ പറ്റും. ഇതിനകത്തൊന്നും അറിയാം. ഭയങ്കര റബ്ബർ ക്വാളിറ്റി ഭയങ്കര. അപ്പോൾ ടയർ എല്ലാം നിറച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് വണ്ടിക്കകത്തേക്ക് കയറ്റണം. കിടക്കുന്ന കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. വലിയ സീനൊന്നുമില്ല, പക്ഷെ ട്രാക്ക് പോലെയല്ല, വേറൊരു ഷേപ്പൊക്കെയാണ്, വേറൊരു ഷെയ്ഡാണ് ഫുള്ള്. ഞാനേതായാലും ഇവിടെ ഫണ്ടൊക്കെ കൊടുത്തിട്ട് അപ്പുറത്ത് ചെല്ലുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ബാക്കി കാര്യങ്ങൾ നിർത്തിയിട്ടിട്ട് ഞാൻ വണ്ടിയുടെ ലുക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. ചിലർക്ക് വണ്ടിക്കകത്ത് ലുക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരിക്കും ഞാനിടുമ്പോൾ. അപ്പോൾ ഞാനേതായാലും 2200 കേട്ടോ മച്ചാൻ മതി ടയറിൻ്റെ വില.
ഒരു മാസത്തിന് ശേഷം നമുക്ക് എൻ്റെ റിവ്യൂ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ ഏതായാലും ഞാൻ ഇതിൻ്റെ കാര്യം ഭയങ്കര വെയിൽ പുറത്തേക്കാൻ പറ്റുന്നില്ല. സോ കുറച്ച് കഴിയട്ടെ കേട്ടോ ഗൈസ്. കഴിഞ്ഞിട്ട് ഇട്ടിട്ട് ഞാൻ മാറി നിന്നിട്ട് നിങ്ങളെ ലുക്കും കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ വണ്ടി ടയർ മാറിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്ത് നോക്കുകയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ഫീലിങ്സ്, അതായത് എനിക്ക് ഈ ഫീലിങ്സ് ഇതിന് മുന്നേ നമ്മുടെ ചെയിൻ പോക്കറ്റ് മാറിയപ്പോൾ കിട്ടിയിട്ടുണ്ട്, ക്ലച്ച് കേബിൾ മാറിയപ്പോൾ കിട്ടിയിട്ടുണ്ട്, ആക്സിലേറ്റർ കേബിൾ മാറിയപ്പോൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കിട്ടുന്നൊരു നമുക്ക് ഇച്ചിരിയോടെ ഒരു ഫ്രീ ആയിട്ട് നമ്മൾ ഓടിക്കാമെന്ന് പറയാം. അത്രയ്ക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടോ. കാരണം എനിക്കുണ്ടായിരുന്ന ഒരു റിസ്കി ഫാക്ടർ, കാരണം വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടായിരുന്ന റിസ്കി ഫാക്ടർ എനിക്കങ്ങ് മാറി കിട്ടി മച്ചാന്മാരെ. കാരണം നമുക്ക് ചില സാധനങ്ങൾ നമ്മൾ വണ്ടിക്കകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയിൻ പോക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇത് കൂട്ട് അങ്ങനത്തെ ഉള്ള വയറിങ് അങ്ങനെയുള്ള, അതായത് നമ്മുടെ കേബിൾസൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു മൂഡില്ല, ആ ഒരു മൂഡ് എനിക്ക് കിട്ടി മച്ചാന്മാരെ. സോ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നു, വല്ലാത്തൊരു ഹാപ്പിനെസ് ഗൈസ്. സോ നിങ്ങളും ടയർ മാറാനിരിക്കുകയാണെങ്കിൽ ഇത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ടയർ നോക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ടയർ ചൂസ് ചെയ്യാവുന്നതാണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഞാൻ ഇനി ഒരു വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൈസ്, ഞാൻ ഇനി ഒരു മാസത്തിന് ശേഷം ഓടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് അതിൻ്റെ റിവ്യൂ ഞാൻ കൃത്യമായിട്ട് ചെയ്യാം. കാരണം നല്ല ഫ്രണ്ട്ലി ആയിട്ട്, കാരണം ഒരു ഏകദേശം 3500-3200 രൂപയ്ക്ക് കൊടുത്തിട്ടാണ് നമുക്കൊരു ടയർ കിട്ടുക. സോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേനെ മച്ചാന്മാരെ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്.